മുണ്ടക്കൈ പുനരധിവാസത്തിന്റെ ഭാഗമായി പീപ്പിൾസ് ഫൗണ്ടേഷൻ മീഡിയ വൺ അക്കാദമിയും സംയുക്തമായി ചേർന്ന് നടത്തിയ തൊഴിലധിഷ്ഠിത കോഴ്സ് പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ദുരന്തബാധിതരായ 15 വിദ്യാർത്ഥികളാണ് കോഴ്സിൽ പങ്കാളികളായത്. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. പീപ്പിൾസ് ഫൗണ്ടേഷൻ പുനരധിവാസ പദ്ധതിയായ എറൈസ് സ്കിൽ ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി നടന്ന വീഡിയോ പ്രൊഡക്ഷൻ കോഴ്സിന് മീഡിയ വൺ അക്കാദമിയാണ് നേതൃത്വം നൽകിയത്. 1 മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളിൽ വിവിധ കമ്പനികളിൽ ജോലി കിട്ടിയവരുമുണ്ട്. ദുരന്തത്തിന് ശേഷവും സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് പീപ്പിൾസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത്. 20 കോടിയുടെ പദ്ധതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മീഡിയ വൺ അക്കാദമിയും പീപ്പിൾസ് ഫൗണ്ടേഷനും നമ്മൾ കമ്പൈൻഡ് ആയിട്ട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ അകപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അവിടെ ജോലി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇതിൽ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ജോലി കണ്ടെത്താനും അവർക്ക് താല്പര്യമുള്ള ഒരു സ്കിൽ പ്രോഗ്രാമാണ് നമ്മളതിൽ 30 ദിവസം കൊണ്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തത്. മീഡിയ വൺ അക്കാദമി ആദ്യമായിട്ടാണ് ഒരു എവേ പ്രോഗ്രാം 100% ഒരു എവേ പ്രോഗ്രാമായിട്ട് കണ്ടക്ട് ചെയ്തത്. കഴിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തം മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള സ്റ്റുഡൻസിന് ഒരു തൊഴിൽ അധിഷ്ഠിത കോഴ്സ് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി എന്നുള്ള കോഴ്സ് നടത്തിയിട്ടുള്ളത്. വളരെയേറെ സന്തോഷമുണ്ട്. എറൈസ് മേപ്പാടിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കോഴ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പീപ്പിൾ ഫൗണ്ടേഷനും മീഡിയ വൺ ചാനലിനും എല്ലാവിധ അഭിനന്ദനവും അറിയിക്കും. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പീപ്പിൾസ് ഫൗണ്ടേഷൻ റീജിയണൽ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് അംഗം ഒ.കെ. ഫാരിസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബിന്ദു, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ടി.പി. യൂനുസ്, മീഡിയ വൺ അക്കാദമി എക്സിക്യൂട്ടീവ് മാനേജർ റഹ്സൽ കെ.പി. ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. മീഡിയ വൺ, വയനാട്.